മോനെ, ഞാൻ ഇനി അധികകാലം ഉണ്ടാവില്ല. ഞാൻ മരിച്ചാൽ എന്റെ ശരീരം കുളിപ്പിച്ചു കഴിഞ്ഞ് ഖബറിലേക്ക് എടുക്കാനായി വെള്ളത്തുണിയിൽ പൊതിയുന്നതിന് മുമ്പ് എന്റെ കാലിൽ എന്റെ ഒരു പഴയ സോക്സ് ധരിപ്പിക്കണം. ഇതെന്റെ ഒസ്യത്താണ്. അധികം താമസിയാതെ വൃദ്ധൻ മരണമടഞ്ഞു. മരണാനന്തര ചടങ്ങുകളിൽ ബന്ധുക്കളും മിത്രങ്ങളും നാട്ടുപ്രമാണികളും എല്ലാം പങ്കെടുത്തു. അവസാനം ശരീരം കുളിപ്പിച്ച ശേഷം വെള്ളത്തുണിയിൽ പൊതിയാൻ തുടങ്ങുന്ന നേരം മകൻ ഒരു സോക്സുമായി വന്നു. അത് മയ്യത്തിന്റെ കാലിൽ ധരിപ്പിക്കാൻ ഒരുങ്ങി. ഇതുകണ്ട് അവിടെ കൂടിയിരുന്നവർ തടഞ്ഞു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മയ്യത്തിനെ സോക്സ് ധരിപ്പിക്കുകയോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. മകൻ പറഞ്ഞു, പക്ഷേ ഇത് എന്നോടുള്ള എന്റെ പിതാവിന്റെ ഒസ്യത്തായിരുന്നു, അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം. അതുകൊണ്ട് ഇത് ചെയ്യാൻ എന്നെ അനുവദിക്കണം. കൂടി നിന്നവരിൽ നിന്നും എതിർപ്പിന്റെ ശബ്ദങ്ങൾ കൂടുതൽ ശക്തമായി ഉയർന്നു. എന്തു വിഡിത്തമാണ് നിങ്ങൾ പറയുന്നത്? എത്ര വലിയ ആളാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം സാധ്യമല്ല. ഒസ്യത്തോ അവസാനത്തെ ആഗ്രഹമോ എന്തുമാവട്ടെ, മതനിയമങ്ങൾക്ക് എതിരായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. മകൻ പറഞ്ഞു, ഇത് പക്ഷേ ഞാൻ എന്റെ പിതാവിന് വാക്കുകൊടുത്തതാണ്, എനിക്കിത് ചെയ്തേ തീരൂ. കൂടി നിന്നവരിൽ നാട്ടുപ്രമാണിയായ ഒരാൾ പറഞ്ഞു, കുട്ടി, നീ ചെയ്യാൻ പോകുന്നത് മതനിയമങ്ങൾക്ക് എതിരായ കാര്യമാണ്. ഇങ്ങനെ ചെയ്താൽ നല്ലൊരു മതവിശ്വാസിയായിരുന്ന നിന്റെ പിതാവിന് മതാചാരപ്രകാരമുള്ള മരണാനന്തര കർമ്മങ്ങൾ സാധ്യമാവില്ല. സംശയമുണ്ടെങ്കിൽ മുഖ്യപുരോഹിതനെ വിളിച്ചു ചോദിക്കുക. അങ്ങനെ മുഫ്തിയും മറ്റു പുരോഹിതന്മാരും എല്ലാം എത്തി. അവരെല്ലാം ഏകസ്വരത്തിൽ പറഞ്ഞു, ഇത് സാധ്യമല്ല, ഇത് മതവിധിക്കെതിരാണ്. ഈ സമയം മരണപ്പെട്ട വൃദ്ധന്റെ ഒരു സുഹൃത്ത് മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, മരണമടഞ്ഞ എന്റെ സുഹൃത്ത് ഒരു നല്ല മതവിശ്വാസിയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും ആവശ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എന്നെ ഒരു കത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. മരണശേഷം അദ്ദേഹത്തിന്റെ മകന് നൽകാനായി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അത് കൊടുക്കാം എന്നായിരുന്നു ഞാൻ കരുതിയത്. എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ തർക്കത്തിന് എന്തെങ്കിലും പരിഹാരം ആ കത്തിൽ കാണുമെന്ന്. ഇത്രയും പറഞ്ഞ് അയാൾ കത്ത് മകന് നൽകി. ഇത് കത്ത് വായിച്ചു നോക്കൂ. മകൻ വിറയാർന്ന കൈകളോടെ കത്ത് തുറന്നു വായിക്കാൻ തുടങ്ങി. കത്ത് ഇങ്ങനെയായിരുന്നു: മകനെ, എന്റെ എല്ലാ സ്വത്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങളും നിനക്കറിയാമല്ലോ. ഇപ്പോൾ ഞാൻ അതെല്ലാം നിനക്കായി തന്നു പോവുകയാണ്. നീ കാണുന്നില്ലേ, എന്റെ ഒരു പഴയ സോക്സ് പോലും കൂടെ കൊണ്ടുപോകാൻ എന്നെ ആരും അനുവദിക്കുന്നില്ല. ഒരു നാൾ നീയും എന്റെ വഴി പിന്തുടർന്ന് വരേണ്ടി വരും. അന്ന് നിനക്കും 3 കഷ്ണം വെള്ള തുണിയല്ലാതെ ഒന്നും കൂടെ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് സ്വയം തയ്യാറെടുക്കുക ഇങ്ങനെ ഒരു ദിവസത്തിനായി. ഞാൻ നിനക്കായി വിട്ടിട്ട് പോകുന്ന സ്വത്തുക്കൾ നിന്റെ സ്വന്തം കാര്യങ്ങൾക്കായി മാത്രം ചെലവഴിക്കാതെ ലോക നന്മയ്ക്കായി കൂടെ വിനിയോഗിക്കുക. കാരണം അവസാന യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ നിനക്കും നിന്റെ കർമ്മഫലങ്ങൾ മാത്രമേ കാണൂ.